ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് USB പവർ നൽകുന്ന 2 ടൈപ്പിലുള്ള സോളാർ ചാർജേഴ്സാണ്. ഇത് ഒരു സിംഗിൾ പാനൽ സോളാർ ചാർജറാണ്. ഇതൊന്ന് പരിചയപ്പെടാം. ഇത് കുറച്ച് വർഷം പഴക്കമുള്ളതാണ്. ഇത് ഞാൻ ഒരു 5 വർഷത്തോളമായി യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നാൽ ഇവിടെയാണ് USB പ്ലഗ് ചെയ്യേണ്ടത്. ഞാൻ തൽക്കാലം ഒരു എക്സ്റ്റൻഷൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഡയറക്റ്റ് പ്ലഗ് ചെയ്യുകയും അൺപ്ലഗ് ചെയ്യുമ്പോഴും വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായിട്ട് കേടുവരാതിരിക്കാനായി ഞാനൊരു എക്സ്റ്റൻഷൻ പിന്നെ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വാട്ട്സ് ഏകദേശം 9 വാട്ട്സ് ടു 12 വാട്ട്സ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി നമുക്ക് അടുത്തത് പരിചയപ്പെടാം. ഇത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. 21 വാട്ട്സ് വരുന്ന സോളാർ പാനലാണ്. കൂടാതെ ഡ്യുവൽ USB പോർട്ടുണ്ട്. ഇതും ഏകദേശം 5 വർഷത്തോളം പഴക്കമുണ്ട്. എങ്കിലും ഇത് റയറായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു യാത്ര പോകുമ്പോൾ, പ്രത്യേകിച്ചും ട്രെക്കിംഗ് പോലെയുള്ളൊരു യാത്ര പോകുമ്പോൾ തീർച്ചയായും കയ്യിൽ കരുതേണ്ട ഒരു സാധനം തന്നെയാണ് ഇത്. 3 സോളാർ പാനലുകളാണ് ഇതിലുള്ളത്. നല്ല മികച്ച ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ബാക്ക് പാക്കിലോ ട്രെക്കിംഗ് ബാഗിലോ തൂക്കിയിടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. വാങ്ങുമ്പോൾ എപ്പോഴും ഹൈ വാട്ടേജിലുള്ള സോളാർ പാനൽ വാങ്ങാൻ ശ്രമിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് അതല്ലെങ്കിൽ പവർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം 21 വാട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. ഫോൺ ചാർജ് ചെയ്യാം, പവർ ബാങ്ക് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ USB വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന ഡിവൈസസുകൾ, പവർ ആവശ്യമുള്ള ഡിവൈസസുകൾ ഇതിൽ കണക്ട് ചെയ്യാം. ഇവിടെ ഈ കാണുന്ന സ്ഥലത്താണ് USB പോർട്ട് നൽകിയിരിക്കുന്നത്. 2 USB പോർട്ട്സാണുള്ളത്. ഇവിടെ കാണുന്ന ഈ ലൈറ്റ് ഇത് ബ്ലിങ്ക് ചെയ്യും. നമുക്ക് സോളാർ പാനലിലൂടെ പവർ വരുന്ന സമയത്ത് ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഈ 2 USBയിലും 5 വോൾട്ട് 2 ആംപിയർ ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്പെസിഫിക്കേഷനിൽ വരുന്ന USB പവർ ആവശ്യമുള്ള ഏതൊരു ഡിവൈസസിലേക്കും കണക്റ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ കുറഞ്ഞ വാട്ട്സിലുള്ള സോളാർ ചാർജേഴ്സ് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ അതുവഴി ചാർജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് സമയം ചാർജിങ്ങിന് വേണ്ടി എടുക്കും. ഈ 2 ടൈപ്പിലുള്ള സോളാർ ചാർജറും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ തീർച്ചയായും കാണിക്കുന്നതാണ്. ഒരു USB എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് നിങ്ങൾക്കത് പുറത്ത് വെച്ച് വീട്ടിനുള്ളിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ 5 മീറ്റർ വലുപ്പത്തിലുള്ള 5 മീറ്റർ ലെങ്ത്തുള്ള USB കേബിൾ യൂസ് ചെയ്ത് വീട്ടിനകത്തേക്ക് കണക്ട് ചെയ്ത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്കും അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വളരെ നല്ലൊരു പ്രൊഡക്ട്സ് തന്നെയാണ് ഈ 2 സോളാർ പാനലും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിച്ചറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക.